പ്രിയേക ദൈവത്തിന് സ്തുതി. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ ഭവനത്തിൽ കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രിയപ്പെട്ട മോളമാമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. 90ാമത്തെ ജന്മദിനമാണ്. 80ാമത്തെ ജന്മദിനം ആണ് ഇന്ന്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രാർത്ഥനയുടെ ഓർത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലാക്കി. 80ാമത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ട മോളമാമയുടെ 80ാമത്തെ ജന്മദിനത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട അമ്മാമയ്ക്ക് എല്ലാ നന്മകളും ഭാവുകങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. ദൈവത്തിന് അനുവദിതമായ കൃപയും കാവലും ഒക്കെ കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആയുസ് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമുക്ക് ദാനമായി പലതും നൽകുന്നുണ്ട്. എന്നാൽ അതിലേറ്റവും മനോഹരം, ഏറ്റവും പ്രധാനം, ഏറ്റവും സവിശേഷതയാർജിച്ച സമ്മാനം നമ്മുടെ ജീവിതമാണ്. കഴിഞ്ഞ 80 സംവത്സരങ്ങളിൽ ലോകത്ത് ജീവിപ്പാൻ ദൈവം കൃപ കൊടുത്തു. ദൈവത്തിന്റെ അളവറ്റ കാരുണ്യവും കൃപയും കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസകൾ അറിയിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ബലവും എല്ലാ നന്മകളും നൽകി തുടർന്നും ഏറ്റവും ദൈവകൃപയോടുകൂടെ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ആദ്യമേ വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവും നല്ല ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ തമ്പുരാൻ ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അല്പസമയം വചനത്തിന് മുൻപിലിരിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണേ, അടിയന്റെ വായോടുകൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് 80 വയസ്സ് പൂർത്തീകരിക്കുന്ന പ്രിയപ്പെട്ട മോളമാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം പുതിയ കൃപകളോടുകൂടെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണേ, നന്മകളാൽ നിറയ്ക്കണമേ. എല്ലാ കൃപകളാലും വാഴ്വുകളാലും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണം. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ഈ മനോഹരമായ ഈ ലോകത്ത് ജീവിപ്പാൻ ഒരു ഭാഗ്യം ദൈവം നൽകി. ഒരർത്ഥത്തിൽ നാം തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. എല്ലാ കാലഘട്ടവും വളരെ മനോഹരമാണ്, അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എങ്കിലും ഈ കാലഘട്ടം അതിലേറെ സവിശേഷതയുള്ളതാണ്. ആത്മീയമായും ഭൗതികമായും ഒക്കെ വളരെയേറെ സജീവമായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 30-40 വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിനുണ്ടായ മാറ്റം അത് കഴിഞ്ഞ ഒരു 1950 വർഷങ്ങൾക്ക് ഉള്ളിൽ വന്നതിനേക്കാൾ വളരെ വലിയ മാറ്റം സംഭവിച്ചു. വാഹനങ്ങളുടെ വർധനവിന്റെ കാര്യത്തിലാണെങ്കിലും ടെക്നോളജിക്കൽ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ മറ്റ് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നാം കൈവരിച്ച നേട്ടങ്ങളുടെ കാര്യത്തിലും ഏറ്റവും അവസാനം ഇന്ന് നാം എത്തിച്ചേർന്നു നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലും ജീവിപ്പാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനമായി തന്നു. ആ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ജന്മദിനാഘോഷങ്ങൾ ഇന്ന് മാത്രമല്ല, പണ്ടും ഉണ്ടായിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ജന്മദിനം ആഘോഷിച്ചവരെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ ഫറവോന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവിടെ നടത്തുന്നത് കാണാം. മറ്റൊന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ
കുറെ കൂടെ വ്യത്യസ്തമായി അവിടെ കാണുന്നുണ്ട്. 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഹെരോദാവിന്റെ ജനന ദിവസമായപ്പോൾ ഹെരോദയുടെ മകൾ സഭാമധ്യേ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു. ഹെരോദാവിന്റെ ജന്മദിനത്തിൽ മകൾ നൃത്തം ചെയ്ത് പ്രസാദിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ജന്മദിനാഘോഷങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ നമ്മുടെ ഒരു മലങ്കര സഭയുടെ പാരമ്പര്യത്തിൽ ജന്മദിനങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്നത് മരണദിനങ്ങളാണ്. നമ്മൾ ആകെ ആഘോഷിക്കുന്ന, സഭ ആഘോഷിക്കുന്ന ഒരേ ഒരു ജന്മദിനം മാത്രമാണുള്ളത്. അത് തമ്പുരാന്റെ ജന്മദിനം മാത്രമാണ്. മറ്റ് ഒത്തിരി പെരുന്നാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അത് എല്ലാം മരണവുമായി ബന്ധപ്പെട്ടതാണ്. സ്ലീഹന്മാരുടെ തിരുനാളുകളൊക്കെ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അതിൽ എല്ലാം തന്നെ അവരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഏറ്റവും പരിചിതമായ തീയതി ഡിസംബർ മാസം 21-ാം തീയതിയാണ്. ഡിസംബർ മാസം 21 എന്ന് പറയുന്നത് സെന്റ് തോമസ് അപ്പോസ്തലനായ തോമസ് ലീഗ രക്തസാക്ഷിത്വമേറ്റ ദിവസത്തിന്റെ ഒരു ഓർമ്മയാണ് കൊണ്ടാടുന്നത്. മറ്റുള്ള ശിഷ്യന്മാരുടെ എല്ലാം തന്നെ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. മരണ ദിവസമാണ് അവിടെ ആഘോഷിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ 80-ാമത്തെ ജന്മദിനത്തിൽ നാം കൊണ്ടാടുമ്പോൾ അമ്മാമ്മ മാത്രമല്ല, നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ചില പൊതുവായ കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജന്മദിനം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ദിവസമുണ്ട്. കാരണം നമ്മുടെ ഒരു ബയോളജിക്കൽ ജന്മദിനം, ചിലരെയൊക്കെ സംബന്ധിച്ച് സ്കൂളിലെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ആഘോഷിക്കുന്ന വേറൊരു ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമുക്കൊരു ജന്മദിവസമുണ്ട്. അത് ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലോ ആയിക്കൊള്ളട്ടെ, നമുക്കൊരു ജന്മദിവസമുണ്ട്. എന്നാൽ നമുക്ക് മറ്റൊരു ജന്മദിനം ഈ ഭൂമിയിൽ തന്നെയുണ്ട്. അതൊരു സ്പിരിച്വൽ ജന്മദിനമാണ്. നമ്മുടെ മാമോദീസ എന്ന് പറയുന്നത് മറ്റൊരു ജന്മദിനമാണ്. അത് തിരുസഭയിൽ കർത്താവിങ്കൽ ജനിക്കുന്നതിന്റെ വലിയ ഓർമ്മയാണ് അത് കൊണ്ടാടുന്നത്. ഈ മാമോദീസ തൊട്ടി എന്ന് പറയുന്നത് സഭയുടെ ഗർഭപാത്രമാണ്. ആ ഗർഭപാത്രത്തിൽ നിന്ന് ഉയർന്ന് വന്ന് സഭയുടെ പൈതലായ കർത്താവിന്റെ സന്നിധിയിൽ ജനിക്കുന്ന ഒരനുഭവമാണുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിന്റെ ദാനമായി ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെ നമ്മൾ ഈ ജന്മദിനം ആഘോഷിക്കണം, അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കണം എന്ന് ചില വാക്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ജന്മദിനം ആഘോഷിക്കുമ്പോൾ മാത്രമല്ല ഓരോ ദിവസം നമ്മൾ തുടങ്ങുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുക എന്നതാണ്. സങ്കീർത്തനങ്ങൾ 103-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 103-ാമത്തെ സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണത്. ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയണം. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ലൈഫ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവമേ, നീ തന്ന ഈ ജീവിതത്തിന് നന്ദി എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇവിടെ വായിക്കാം 103-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചു. എല്ലാവർക്കും പരിചിതമായ വാക്യമാണല്ലോ, കാണാതെ തന്നെ പറയാനായിട്ട് സാധിക്കും. എന്മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. കഴിഞ്ഞ 80 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി നന്ദി പറയാനായിട്ടുണ്ട്. ജീവിതത്തിൽ രോഗങ്ങളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, സങ്കടങ്ങളുടെ മധ്യത്തിൽ, നെടുവീർപ്പുകളുടെ മധ്യത്തിൽ വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം പറയാനായിട്ട് കഴിയണം. നമുക്ക് പലതരത്തിൽ നന്മകൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫിസിക്കൽ
നന്മകളാണ്, ഈ ഭൗതികമായ നന്മകളാണ്. എത്ര നന്ദി പറഞ്ഞാലും കഴിയാത്ത തരത്തിൽ ദൈവം നമ്മളെ അതിശയകരമായിട്ട് ഈ ഭൗതിക ലോകത്ത് ജീവിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. കേരളത്തിന് പുറത്ത് ജീവിച്ച ആളാണ് മോളമാമ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പല ആളുകളും അങ്ങനെ ജീവിച്ചിട്ടുള്ളവരാണ്. ദൈവം നമ്മളെ ആക്കുന്ന ഇടങ്ങളിൽ, ദൈവം നമ്മളെ നിയോഗിക്കുന്ന നിയോഗ വഴികളിൽ ദൈവത്തോട് ചേർന്ന് നന്ദി പറയാനായിട്ട് സാധിക്കണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം തിരക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോണുകളായിരിക്കാം. മൊബൈൽ ഫോൺ തുറക്കുന്നതിന് മുമ്പ് എന്റെ കർത്താവേ നന്ദി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവമേ നന്ദി എന്ന് പറയുവാനായിട്ട് സാധിക്കണം. എത്രയോ പേർ ഉറക്കത്തോടുകൂടെ ഈ ലോകത്തിലേക്ക് മടങ്ങിപ്പോയവരുണ്ട്. എന്നാൽ ഈ പ്രഭാതം ഞങ്ങൾക്ക് കാണുവാൻ ദൈവമേ തന്ന അവസരത്തിന് നന്ദി എന്ന് പറയുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി പറയാനായിട്ട്, ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. കർത്താവേ, ഈ ജീവിതം എത്ര നല്ല ജീവിതമാണ് എന്നത് ഓർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്നാണ് പ്രാർത്ഥന. ഇവിടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദങ്ങളോ ഉള്ള ആച്ഛാദനമോ ഇല്ല. എല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിന്റെ ദാനമാണ് എന്നത് ഓർക്കുവാനായിട്ട് ഇടയാകട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ദൈവത്തിന് നന്ദി പറയണം. നന്മകൾ പിതാവിൽ നിന്ന് വരുന്നു എന്ന വലിയ ചിന്ത. നമുക്ക് ലഭിച്ച ആത്മീയമായ നന്മകൾക്ക് നന്ദി പറയണം. വിവിധ തരത്തിലുള്ള ആത്മീയമായ നന്മകൾ പ്രാപിച്ചവരാണ്. ഞാനതെല്ലാം വിശദമായി പറയുവാനായിട്ട് നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ആ വേദഭാഗങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് രണ്ടാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട് എന്നത് ഓർക്കുക. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മൾ ജീവിതത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ചിലപ്പോൾ അതെല്ലാം നടക്കണമെന്നില്ല. എന്നാൽ നമ്മൾ നടക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നറിയാമോ? അത് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചായിരിക്കണം. വായിക്കാം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഇരമ്യാവ് 29:11. ഒന്നുകൂടെ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടത്രേ. അപ്പോ ജീവിതത്തിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചില പ്ലാനുണ്ട്, ചില പദ്ധതികളുണ്ട് എന്നത് നമ്മൾ ഓർക്കുവാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിക്കും ദൈവത്തിന്റെ കൃപകൾക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട്, സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളെല്ലാവരും ജീവിതത്തെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്യുന്നവരാണ്. എന്നാൽ കർത്താവിന്റെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയണമേ എന്ന പ്രാർത്ഥന നമുക്ക് ഉണ്ടാകട്ടെ. അതുകൊണ്ട് കർത്താവിന്റെ പദ്ധതിക്ക് കീഴ്പ്പെട്ടു കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, നമ്മുടെ വളർച്ചയും രൂപാന്തരവും
ദൈവത്തിങ്കൽ നിന്നാണ് എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 1:6. ഫിലിപ്പിയർ 1:6. ഒന്നൂടെ. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തുവിനെ അനുഭവങ്ങളോട് ചേർന്ന് ഉള്ളതായിരിക്കണമെന്ന് വലിയ ചിന്തയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് നമുക്ക് നൽകുന്നത്. കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ടിടയാകണം. 145-ാമത്തെ സങ്കീർത്തനം നമുക്ക് ദൈവം വളരെ നല്ല ഒരു നന്ദി, നമ്മുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു എന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ചില വേദഭാഗങ്ങളാണ്. 4-ാമതായിട്ട് ഈ ബർത്ത്ഡേയുടെ ചിന്തകളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർക്കുന്ന നിമിഷങ്ങളാണിത്. 80 വത്സരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർക്കുകയാണ് എന്ന്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വിശ്വസ്തതയാ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി ചെയ്തു പോയിട്ടുണ്ടാകാം. എന്നാൽ അവിടെയൊക്കെ ദൈവം തന്റെ വിശ്വസ്തത നമ്മിൽ നിന്ന് മറച്ചു കളഞ്ഞിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അല്ല ജീവിച്ചതെങ്കിലും അവിടുത്തെ കരുണയാലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. നാം മുടിഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഇരിക്കുന്നത് യഹോവയുടെ ദയയാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണ്. പിന്നെ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും നിന്റെ വിശ്വസ്തത വർണ്ണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അവനിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്? ഞാൻ ഇന്ന് മുടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിന്റെ വിശ്വസ്തത മൂലമാണ്. എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല, എന്റെ മേന്മയല്ല, എന്റെ കർത്താവേ നിന്റെ വിശ്വസ്തത മാത്രമാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് വളരെ പരിചിതമായ ഒരു പാട്ടാണല്ലോ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാണ്, നേടിയതല്ല ദൈവമെല്ലാം തന്നതാണ്. കർത്താവേ ഞാനൊന്നും നിന്നിട്ടില്ല, ഞാനൊന്നും നേടിയിട്ടില്ല, എല്ലാം ദൈവം തന്നതാണെന്നുള്ള വലിയ ബോധ്യത്താൽ നിറയപ്പെടണം. 4-ാമതായിട്ട് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർക്കുകയാണ്. ദൈവം എത്ര അതിശയകരമായിട്ടാണ് പ്രിയപ്പെട്ട മോളമാമിയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവം വഴി നടത്തിയതെന്നത് ഇന്ന് ഈ സന്ധ്യാസമയം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 5-ാമതായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ആ വാക്യം നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ആകമാനമായ പ്രവർത്തനങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമാണ്. എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തെ കുറിച്ച്, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് പല മാർഗനിർദ്ദേശങ്ങൾ വേദപുസ്തകത്തിൽ ഉടനീളം പറയുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് നൽകുന്ന ഒരു വാക്യമാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചില ടെസ്റ്റുകളൊക്കെ നടത്തും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ നടത്തേണ്ട ഒരു ടെസ്റ്റാണ് ആ വാക്യം. വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഒന്നുകൂടെ വായിക്കാം.
ആകയാൽ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിനായിരിക്കണം. ഇന്ന് ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിരിക്കണം. അമ്മാമ്മ വിളിച്ചതുകൊണ്ടോ പള്ളിയുടെ ഒരു പ്രാർത്ഥനയായതുകൊണ്ടോ അല്ല. ഇവിടെ ഞാൻ വരുന്നത് മൂലം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ എന്നത് നമ്മുടെ ഒരു ചോദ്യമായിരിക്കണം. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എല്ലാം എൻ്റെ ദൈവനാമ മഹത്വത്തിന് ഇത് ഉപകരിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുന്നുണ്ടോ എന്നത് നമ്മൾ ഓർക്കണം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. 80-ാമത്തെ വയസ്സ് എത്തിച്ചേരുമ്പോഴും പുതിയ സാധ്യതകളെ തുറക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത്തെ വാക്യം. 80 വയസ്സായി, നടക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം ഓരോ ദിവസവും പുത്തൻ സാധ്യതകളെ തുറക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഈ 81-ാമത്തെ വയസ്സിൽ ജീവിക്കുമ്പോഴും ചില പുത്തൻ അനുഭവങ്ങൾ ദൈവം നൽകുമെന്നത് നമ്മളെ പഠിപ്പിക്കുകയാണ്. വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അത് ഇപ്പോൾ ഉദ്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിക്കാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ തീരുമാനിക്കും. ഒരു പുതിയ അനുഭവത്തെ നൽകുകയാണ്. മരുഭൂമിയിൽ വെള്ളം തരുന്ന, അസാധ്യതകളുടെ മധ്യത്തിൽ സാധ്യതകളെ നൽകി തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. 80-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒരു പുതിയ കൃപയോടുകൂടെ, പുത്തൻ അനുഭവത്തോടുകൂടെ ജീവിക്കാനായിട്ട് ദൈവം ഇനി ഒത്തിരി സാധ്യതകളെ നൽകുകയാണ്. അതുകൊണ്ട് 80 വയസ്സായി എന്ന് കരുതി നിരാശപ്പെടാനായിട്ടല്ല. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 80 വയസ്സായി, ഏറെ ആയാലും 80 സംവത്സരം, അതുകൊണ്ട് ഇത് തീർന്നു എന്നൊന്നും അങ്ങനെയല്ല. 120 വയസ്സ് വരെയൊക്കെ ജീവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു പുത്തൻ സാധ്യതകളെ എപ്പോഴും തുറക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് എത്ര നാൾ ജീവിക്കുന്നു എന്നതല്ല, അത് ആ വയസ്സ് 80 ആകട്ടെ, 100 ആകട്ടെ, 110 ആകട്ടെ, എത്രയും ആയിക്കൊള്ളട്ടെ, ജീവിക്കുമ്പോൾ പുത്തൻ സാധ്യതകൾ എപ്പോഴും ദൈവം നമുക്ക് തുറന്നു തരുന്നൊരു ദൈവമാണ്. അവൻ മരുഭൂമിയിൽ നല്ല നീരുറവയെ തരുന്നൊരു ദൈവമാണ്. അസാധ്യതകളെ സാധ്യമാക്കി തരുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ പുത്തൻ അനുഭവങ്ങളെ ദൈവം ദാനമായി നൽകുമ്പോൾ ദൈവകൃപയോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയപ്പെട്ട അമ്മമ്മയെ സംബന്ധിച്ചിടത്തോളം 80 വയസ്സ് പൂർത്തീകരിക്കുന്നു. ഒരു നല്ല ആയുസ് കർത്താവ് നൽകി. ദൈവത്തിന്റെ കൃപയോടുകൂടെ ജീവിപ്പാൻ ദൈവം അവസരം നൽകി. പുതിയ വർഷം പുതിയ കൃപകളോടുകൂടെ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും ഈ ജീവിതാനുഭവങ്ങളിൽ ഓർമ്മപ്പെടുത്തിയ 6 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട്, ചില വാക്യങ്ങളിലൂടെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, ജീവിതത്തിൽ ഒരു നല്ല നന്ദി പറയുവാനായിട്ട് ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും കഴിയണം. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. രണ്ടാമതായിട്ട്, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിക്കും അനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട്, വളർച്ചയും രൂപാന്തരവും ദൈവത്തിന്റെ അനുഭവത്തിൽ സ്തോത്രം പറയാൻ കഴിയുന്ന അനുഭവമായിട്ട് തീരുവാനായിട്ട് ഇടയാകണം. നാലാമതായിട്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവകൃപയോടുകൂടെ ജീവിക്കുമ്പോൾ ദൈവികമായ നൽവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട്, പുത്തൻ അനുഭവങ്ങളെ അനുഭവത്തോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ദൈവം ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവനാമ മഹത്വത്തിനാണോ എന്ന ബോധ്യത്തോടുകൂടെ ചെയ്യുവാൻ
നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട അമ്മാമയ്ക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്ന. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.